ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് തേങ്ങ അരച്ച ഒരു ഉണക്കമീൻ കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാനിവിടെ 3 ഉണക്കമീനാണ് എടുത്തിട്ടുള്ളത്. അയലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏത് ഉണക്കമീൻ വെച്ച് വേണമെങ്കിലും ഈ ഒരു കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാനിത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 4 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 4 വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിലരിഞ്ഞതും 1 ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ തന്നെ കനം കുറച്ച് നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. 2 വലിയ കഷ്ണം കുടംപുളി ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ടും കൂടി ഇതിലേക്ക് ചേർക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. ആദ്യം തീ കൂട്ടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം വീണ്ടും നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. ഞാനിതിൽ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉണക്കമീന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കടുക് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ചെറിയ ഉള്ളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3 വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു ഉണക്കമീൻ കറിയാണിത്. അപ്പോൾ മീൻ ഇഷ്ടമുള്ളവരെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.